ഈശ്വമിശേക്കും സ്ഥിരീകരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും, നിന്റെ കാൽ കുടിക്കൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നമുക്കറിയാം, കാട്ടുകോഴിയോ മുയലിനെയോ ആടിനെയോ എന്തിനൊരു കൊടുക്കു വെച്ചാലും അവയെ പേടിപ്പെടുത്തുന്ന വിധത്തിൽ, അവരുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന വിധത്തിലൊന്നുമല്ല, അവയെ ആകർഷിക്കുന്ന രീതിയിലാണ് എല്ലാ കൊടുക്കുകളും വെക്കുക, അല്ലെ? എന്നാൽ വിശ്വാസ ജീവിതത്തിലും മുന്നോട്ട് പോകുമ്പോൾ ഇത് തന്നെയാണ് സാഹചര്യം. ഈശോയെ അനുഗമിച്ച് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന കൊടുക്കുകളും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ വ്യർത്ഥമായി നമ്മുടെ കണ്ണുകളെ പ്രലോഭിക്കുന്ന രീതിയിലായിരിക്കും. നമുക്ക് സന്തോഷം ജനിപ്പിക്കുന്ന, താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവ പ്രത്യക്ഷപ്പെടുക. വേദനാജനകമായ രീതിയിലായിരിക്കില്ല. ഇവിടെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നൽകുന്ന ഉപദേശം, കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ആശ്രയമായിരിക്കും. നമ്മുടെ പാദങ്ങൾ, ലക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ ഒന്നും വഞ്ചിക്കപ്പെടാതെ, നമ്മൾ കെണിയിൽപ്പെടാതെ അവിടുന്ന് നമ്മെ